ഹലോ, നമ്മളിന്നുള്ളത് വലിയ പറമ്പിലാണ്. വലിയ പറമ്പിലേക്ക് ഉള്ള എൻട്രിയാണ് ഈ പാലത്തിൻ്റെ അപ്പുറം കാണുന്നത്. അതാണ് വലിയ പറമ്പ് ദ്വീപ്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ പറമ്പിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, എന്താണെന്നറിയില്ല, ഒരു പുക പോലത്തത്. നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഒരു പുക പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ പറമ്പിൻ്റെ അങ്ങേ അറ്റം, അതായത് തെക്കേ ഭാഗത്തിലെ ലാസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മളെ ഇന്നത്തെ യാത്ര. വലിയ പറമ്പ് മേൽപ്പാലത്തിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഉദിന്നൂർ കടപ്പുറവും കന്നുവീട് കടപ്പുറവും തൃക്കരിപ്പൂർ കടപ്പുറവും തയ്യൽ കടപ്പുറവും കഴിഞ്ഞ് ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അടുത്തെത്തുമ്പോഴാണ് രാമന്തളി കടപ്പുറം എന്ന ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുക. എന്നാൽ പിന്നെ വിട്ടാലോ? അടുത്ത ജംഗ്ഷനിൽ നിന്ന് എൻ്റെ ഇളയമേൻ്റെ മോനെയും കൂടി കൂട്ടിയിട്ട് വേണം പോകാൻ. അവൻ്റെ വീട് ഇവിടെ തന്നെയാണ്, വലിയ പറമ്പ് തന്നെയാണ്. 4 നദികളാൽ സമ്പന്നമായ ദ്വീപാണ് വലിയ പറമ്പ്. വലിയ പറമ്പ് പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പഞ്ചായത്തിലൊന്നാണ്. ഏകദേശം 17 കിലോമീറ്റർ. വീതിയാണെങ്കിൽ ഏറ്റവും കുറവാണ്, 2 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. പടിഞ്ഞാറ് ഭാഗം കടലും കിഴക്ക് ഭാഗം പുഴയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ദ്വീപാണ് വലിയ പറമ്പ് ദ്വീപ്. വരുന്ന വിധത്തിൽ വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ നല്ല ഇരിക്കേണ്ട സ്ഥലമെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടിയൊക്കെ നട്ട് കാണാൻ നല്ല രസമാണ്. വൈകുന്നേരം വന്നിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ ഒരു സീറ്റിംഗ് ഉണ്ട്, ഇത് ഇപ്പുറത്തെ ഭാഗത്തൊരു സീറ്റിംഗ് ഉണ്ട്. നമുക്കിങ്ങനെ ഇതിൽ നടക്കാൻ കല്ലെല്ലാം പാകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടം വരെ നമുക്ക് വരാം. മുന്നേ ഇവിടെ എന്തെല്ലോ കൺസ്ട്രക്ഷനിലും ഉണ്ടായിരുന്നു തോന്നുന്നു, ചെറിയ ഇരിക്കേണ്ട സ്ഥലം. അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ അവിടെ അതാണ് കല്ലുമ്മക്കായ് കൃഷി. കല്ലുമ്മക്കായ് കൃഷി കയറിൽ കെട്ടിയിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതി. പിന്നെ അങ്ങ് കാണുന്നതാണ് ഏഴിമല. നമ്മളിപ്പോൾ ആ ഭാഗം വരെ പോവും. റോഡിൻ്റെ അവസാനം ഏകദേശം ഏഴിമല സൈഡാണ്. പിന്നെ ഈ അങ്ങ് ദൂരത്തോട്ടെല്ലാം ഉണ്ട് കല്ലുമ്മക്കായ് കൃഷിയിൻ്റെ. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. വലിയ പറമ്പ് മേൽപ്പാലമാണ് ഇപ്പോൾ കാണുന്നത്, തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത്. നമ്മൾ കയറി വന്നത് ആ മേൽപ്പാലത്തിലെ കൂടെയാണ്. സാമി മഠം. അഗ്നികണ്ഠകർണൻ ദൈവമാണ് ഈ അമ്പലത്തിലെ പ്രധാന തെയ്യക്കൊലം. ഈ വീഡിയോയിൽ കാണുന്നതാണ് അഗ്നികണ്ഠകർണൻ തെയ്യം. ഏകദേശം 16 പന്തങ്ങൾ ചുറ്റുമുണ്ടാവും. തെയ്യത്തിൻ്റെ വലിയ മുടിയും ഈ തെയ്യത്തിനുണ്ട്. വളരെ ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ ഈ തെയ്യക്കോലം കെട്ടിയാടാറുള്ളൂ. പഴയ ഒരു ഹോട്ടൽ, ടീ ഷോപ്പ്, ഗ്രോസറി.
ആകെ ആശ്രയം ടാപ്പ് വാട്ടർ. ഇവിടെയെല്ലാം ഉപ്പ് വെള്ളമായിരിക്കും, കിണറിലെല്ലാം. നമ്മളിങ്ങനെ വരുന്ന വരത്തിൽ, പോകുന്ന പോക്കിലല്ല, വരുന്ന വരത്തിൽ ഇങ്ങനെ ഒരു വീട് കണ്ടു. നല്ല രസമുള്ളൊരു വീടും അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു സാധനം, വലിയൊരു കാട് പോലെ കിടക്കുന്നത്. അപ്പോൾ ആ വീട്ടിന് മുന്നിലൊരു ചേട്ടനെ കണ്ടു. അപ്പോൾ ഏതായാലും ഒന്ന് കയറി ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഈ ഭാഗത്തെല്ലാം വരുന്നതെല്ലാം കണക്കാണ്. അപ്പം ഇത് ചോദിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വീട്, നല്ല കുഞ്ഞു വീട്. നോക്കിയാൽ എന്താ രസം. കണ്ടിട്ടുണ്ടോ? അങ്ങനെ വലിയ പരിചയമില്ല. ഞാൻ റെയിലിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ. അപ്പോൾ ഇത് മുണ്ടേൻ്റെ ഇലയാന്നാണ് പറയുന്നത്. മുണ്ട പറഞ്ഞാൽ പായി വെക്കുന്നത് അല്ലേ? ആ ആ. ഇപ്പം ആരും വെക്കുന്നില്ല അല്ല, ഇപ്പം മറ്റേ പ്ലാസ്റ്റിക് കായ് വരുന്നോണ്ട് ഇരിക്കുന്നില്ല. അങ്ങനെ അവരോട് വീട്ടിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വരാന്ത. ആ വരാന്ത കയറി കഴിഞ്ഞാൽ ഒരു ഹാളിലേക്കാണ് കയറി പോകുന്നത്. തേപ്പെല്ലാം ചില ഭാഗത്തെല്ലാം ഇളകി വീണാന്ന് തോന്നുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് കുമ്മായ തേപ്പുണ്ട്. പഴക്കത്തിൻ്റെ ഒരു ഇത് ആ വീട്ടിലുണ്ട്. പിന്നെ ആള് തന്നെയാണ് അവർ കിടക്കാനുള്ള ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കട്ടിലുണ്ട്. ഇതൊരു സാധനം എടുത്ത് വെക്കുന്ന റൂമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ലൈറ്റൊന്നും സ്വിച്ചൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഒരു 0 ബൾബ് മാത്രമേ ഉള്ളൂ. സ്വിച്ചൊന്നും എവിടെയും കാണുന്നില്ല. വെളിച്ചം കുറവാണ്. ഇതിൻ്റെ അകത്ത് ഒരു സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നേലും. പിന്നെ അടുക്കള, ഒരു ചെറിയൊരു അടുപ്പെല്ലാം നിലത്ത് തന്നെയാണെന്നില്ല. അതിൻ്റെ അകത്ത് തന്നെ കുറേ സാധനങ്ങളും എല്ലാം വെച്ചിട്ട് ഓല മേഞ്ഞ അടുക്കളയാണ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. മുകളിൽ സീലിങ് ഒരു തുണി കൊണ്ടാണ് ആക്കിയത്. സാരിയാന്ന് തോന്നുന്നു വലിച്ചു കെട്ടിയത്. തയ്യൽ മെഷീൻ പുറത്ത്. ആളൊരു തയ്യൽക്കാരനാണെന്നാണ് പറഞ്ഞത്. ഇവര് ഏച്ചി അനിയരാണ്. വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ തന്നെയാണ് താമസം. വേറൊരു വീട് ഇവർക്ക് എടുക്കുന്നുണ്ട്. കുറച്ചപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വീടെടുക്കാൻ പറ്റും ഇവിടെ. അതായത് 50 മീറ്റർ കടലിൻ്റെ അടുത്ത് നിന്ന് വിട്ടിട്ട് 50 മീറ്റർ പുഴയുടെ അടുത്തും വിട്ടിട്ടുള്ള സ്ഥലത്ത് വീടെടുക്കാൻ പറ്റും. അതാണ് മുണ്ട. മുണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പായ് നെയ്യുന്ന സാധനം. ഇത് ഉണക്കിയിട്ട് ഇതിന് മുള്ളാണ്, ഫുൾ മുള്ളാണ്. അവർ കുറേ എല്ലാവരും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരാരും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നില്ല. അപ്പം ഇതിൻ്റെ ഇല വെട്ടിയെടുത്ത് ഉണക്കി അതിന് ശേഷം പായായിട്ട് മടയും. തിരിയുണ്ട് കേട്ടോ. വലിയ കാട് പോലെ വളർന്നിട്ടേക്ക്. ഇത് എന്താന്ന് വെച്ചാല് ഇത് ഒരു ഗുളികന്റെ അറിയാന്ന്. ഗുളികൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അറിയാന്നത്. മുണ്ടേന്റെ ഉള്ളിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഉള്ളിൽ കയറി നോക്കാം എന്താണ് അവസ്ഥ നോക്കാലോ. ഇതിന്റെ തണ്ടും വേരെല്ലാം പോകുന്ന സ്ഥലമാണ്. പാമ്പൊന്നും ഉണ്ടാവാണ്ടെന്നാ മതിയായിരുന്നു. വേണമെങ്കിൽ കടൽക്ഷോഭത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം കയറി ഇരിക്കാം. ഇവർക്ക് രണ്ടാൾക്കാർക്കും. കാരണം ഇത് മൊത്തം വേരും ഇതെല്ലാം ഇല്ലത്.
എന്താ രസമല്ലേ, നല്ല ഒരു ഇരുട്ടന്നെ. മൊബൈലിൽ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഇരുട്ടായിട്ടാണ്. അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത രീതിയിൽ. വേനൽക്കാലത്തെല്ലാം നല്ല തണുപ്പായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം നോർമൽ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല. ഇതാണ് നമ്മളെ കിച്ചൺ. വാ, നീ ചിത്രം വരയ്ക്കാണ്. അവിടെ ഇതിൻ്റെ അകത്തൊരു കായ്, പൂവല്ലേ, പൂവാ കായാ എന്നോ? ഇതിന്റെ പൂവാന്ന് തോന്നുന്നു. ഉപ്പ് കാറ്റൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അടിക്കൂല. ഇതിലേക്കൂടി ചെറിയൊരു വഴി കാണുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ, അതേപോലെ ഉള്ളിലും സായാഹ്ന സഫാരി ട്രെയിൻ ഓടി വരുന്നുണ്ട്. ഇതാണ് മുണ്ട, പായി മടയുന്ന മുണ്ട. നേരത്തൊക്കെ പറഞ്ഞ വീട്. എന്താ രസമല്ലേ, നല്ല അടിപൊളി വീട്. വേറൊരു ചേട്ടനും കൂടി ഉണ്ടല്ലോ. ഇവർ ഈ മുണ്ട വെച്ച് പിടിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. മുണ്ട വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാറ്റിന് തടയാൻ വേണ്ടിയിട്ട്. ഈ ഓടെല്ലാം പാറിപ്പോവും. ഇത്ര അടുത്ത്, കടലിൻ്റെ അടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ആ ഓടിട്ട വീടിൽ ഓടെല്ലാം പാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ കാറ്റിന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ മുണ്ട വെച്ച് പിടിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇത് ഇവരെന്നെ വെച്ച് പിടിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭത്തിനെ തടയാൻ പറ്റും. മണ്ണ് ഇപ്പം കടൽ കയറുമ്പോൾ മണ്ണെല്ലാം ഇങ്ങോട്ട് കൊണ്ടിടും. അപ്പം മണ്ണ് കൊണ്ടിടാതിരിക്കാനും പിന്നെ ഉപ്പുകാറ്റ് അടിക്കാതിരിക്കാനും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇത് മുണ്ട. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞു, ചേട്ടനോട് യാത്ര പറഞ്ഞു. മറ്റേ ചേട്ടൻ ഡ്രൈവറാണ്, ഈടെ അടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ ചേച്ചീനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇപ്പൊ ലാസ്റ്റ് പോയിന്റ്. ഇവിടം വരെ റോഡില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നമുക്ക് ആദ്യം ബീച്ച് സൈഡിലേക്ക് പോയിട്ട് വരാം. എന്തെല്ലോ കെട്ടാൻ വേണ്ടിയിട്ട് കല്ലെല്ലാം ഇറക്കിയിട്ടുണ്ട്. വാ, ബീച്ചിൽ പോയിട്ട് വരല. ഇവിടെ പിന്നെ ഇന്ന വഴിയെന്നൊന്നുമില്ല, എല്ലാം വഴി തന്നെയാണ്. നമുക്ക് ഏത് വഴിയും പോവാം.
രാമന്തളി കടപ്പുറം ഇതാണ്. ഇത് നമുക്ക് അനുമാനിക്കാം, കാരണം ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് അനുമാനിക്കാം ഇതാണ് രാമന്തളി കടപ്പുറം. നമ്മുടെ സപ്പോർട്ടർ കയ്യിലേ നടക്കുന്നുണ്ട് ഫോൺ പിടിച്ചിട്ട്. ഇത് കിങ് ജോങ് ഉന്ന മുടിയലിങ്ങെല്ലാം മുറിച്ചിന് ഇതെന്ന് ചോദിച്ചു. ഒന്നും കാണാനൊന്നുമില്ലല്ലോ, എല്ലാം അടച്ചിട്ടാന്നല്ലേ. ഇവിടെ ഒരു വീടെല്ലാം ഉണ്ട്, നോക്കാതാ എന്താന്ന്. വലിയ ഗോദ്രേജിന്റെ പൂട്ടെല്ലാം വെച്ചിട്ടുണ്ട്, കേറിയ അടി കിട്ടുവാ. എന്താണ് ഇതിന്റെ അകത്ത്? ഓ, ഇവിടെ മത്സ്യബന്ധന സാമഗ്രികളെല്ലാം വെക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു ഹട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് എല്ലാം ഉണ്ട്. വലയറ, മീൻ കൊണ്ടുവരാനുള്ള കൂട്ടിയറ, ഒരേ മട്ടലെല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെ. പക്ഷെ എൻ്റെ മോനെ, ഇവരെല്ലാം എങ്ങനെയാണ് ഇവിടെ എത്തുന്നല്ലേ? ബോട്ടായിരിക്കും അല്ലേ? തോണി ബോട്ട് രാമന്തളിയിലേക്ക്. രാമന്തളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസോ അല്ലെങ്കിൽ തോണിയോ കടവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിള്ളേരെല്ലാം സ്കൂളിൽ പോകണമെങ്കിൽ ഇങ്ങനെ എത്തണമല്ലേ? രാമന്തളിയിലേക്ക് വേണ്ടി വരും. അതെ, രാത്രിയൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസെല്ലാം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ലാസ്റ്റ് എവിടെയത്തില് കവാടമുണ്ടോ? ഇതല്ലേ ഏഴുമല? നേവി ഇതല്ലേ ഈ കടന്ന് സെക്യൂരിറ്റി ഉണ്ട്. കടലെല്ലാം ഇങ്ങോട്ട് തള്ളി, ഇല്ല വേസ്റ്റും എല്ലാം കടലിൽ ഇങ്ങോട്ട് തള്ളി. ഇതൊരു മണ്ണ് പോയി കേട്ടോ, കടപുഴകി വീണു. എല്ലാം മണ്ണെടുത്തിട്ട്, കടല് മണ്ണെടുത്തിട്ട് വീണയാണ് കാറ്റാടിയും തെങ്ങെല്ലാം പോയി. തെങ്ങ് നോക്കെ, ഒരു തെങ്ങാണ് പൊരിച്ചങ്ങ് അടിക്കുന്നോണ്ട് ഏത് നിമിഷവും നിലത്തെത്താന്നുള്ള കണ്ടീഷനിലാണ് തെങ്ങ് വെക്കുന്നത്. കാണാൻ പറ്റുക, ഒരു പേര് കാണാൻ പറ്റുക. നേവൽ അക്കാദമി. അവരിങ്ങനെ സൊറ പറയാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. അവര് പറഞ്ഞു വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവരെ ഡ്രസ്സിങ് ഒന്നും അത്ര പണിയെടുക്കുന്നതിൻ്റെ ഇടക്ക് വന്നയാളുണ്ട്, ഡ്രസ്സിങ് ഒന്നും അത്ര നല്ലതല്ല, അവിടെ തന്നെ നമ്മളെ കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ രാമന്തളിയിലേക്ക് ടച്ച് ചെയ്തിട്ട് വേണം അവർക്ക് പോകാൻ. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളിപ്പം വന്ന വഴി വലിയ പറമ്പിൽ വന്ന് തൃക്കരിപ്പൂർ വഴി പയ്യന്നൂര് ടച്ച് ചെയ്യണം. പയ്യന്നൂർ അല്ലെങ്കിൽ ചെറുത്തൂര് അങ്ങനെ ടച്ച് ചെയ്ത് പോകണം. കടലിലേക്ക് എന്ത് വേസ്റ്റ് ഇട്ടാലും അതെല്ലാം നമുക്ക് തിരിച്ചു വന്നു. കടൽ നമുക്കൊന്നും വേണ്ട. നല്ല വ്യൂ നോക്കിയാ
നേവിന്റെ എന്തോ കരക്കാർ വാട്ടർ വാട്ടർമാൻഷിപ്പ് ട്രെയിനിങ് സെന്റർ അതാണല്ലോ അത്. അവിടെ ഇതില് വീഡിയോയില് സൂമിങ് ഫെസിലിറ്റി ഇല്ല. ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഒരു വ്യൂ ഉണ്ട് അവിടെ. അങ്ങനെ ലാസ്റ്റ് അല്ലേ? കാരണം ഈ ദ്വീപിന്റെ വലിയപറമ്പ് ദ്വീപിന്റെ ലാസ്റ്റ് പോയിന്റ്. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ വെടിവെച്ചിടും നേവിക്കാറ്. ലൈറ്റ് കാണുന്നതാണ് അതിന്റെ എൻട്രൻസ് അല്ല, ബോർഡർ. ഇവിടെ എല്ലാം കൂട്ടി പോയിട്ടുണ്ടല്ലോ ആൾക്കാർ. ഇതല്ലേ എത്രയോ തലമുറകൾ ജീവിച്ച വീടായിരുന്നു. എൻ്റെ ബിയറിൻ്റെ കുട്ടികളുണ്ടടാ. താമസം ഇല്ല, അത് താമസം വേണ്ട. കമ്പനികളുടെ ഒരു സ്ഥലമാണ്. ചെറിയൊരു ഹട്ടുകൾ. ഇവൻ ഇടക്കിടക്ക് ഇവിടെ വരുന്നോണ്ട് ഈ സ്ഥലമെല്ലാം അറിയാം. ഇവിടെ തട്ടിപ്പുണ്ട് ഇവന് കണ്ടുപിടി. ഏറ്റവും കൂടുതൽ കാണുന്നൊരു പൂവാണിത്. ഇതിന് വെള്ളവും വേണ്ട വളവും വേണ്ട. ഉപ്പ് കാറ്റടിച്ചാലും ഉപ്പ് വെള്ളം പറ്റിയാലും ഇതിങ്ങനെ തഴച്ച് വളരും. കണ്ട അതാ രസം നോക്കിയാ. നമ്മളെല്ലാം വീട്ടും മുറ്റത്ത് ഇങ്ങനെ നട്ട് വളർത്തി ഡെയിലി വെള്ളം ഒഴിച്ച് വളവിട്ട് വളർത്തുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എന്ത് രസത്തിലാണ് വളർന്നതിനൊക്കെ. ഒരു വെള്ളവും വേണ്ട വളവും വേണ്ട. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ഓഫ് വലിയപറമ്പ് സൗത്ത്. ഞാനും കിച്ചും കൂടി പോകാൻ പോകുന്നത് റിട്ടേൺ. അപ്പം വി ആർ സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് പോയിന്റ് ഓഫ് വലിയപറമ്പ് സൗത്ത്. ഓക്കെ, ബൈ ബൈ.